തേർഡ് സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി ആയിരുന്നു. ഇന്ന് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി, ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. എന്താണ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി? An industry is a constant cost industry if the prices of the factors of production employed by it remain constant as industry output expands. ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ വിലകൾ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന വ്യവസായത്തെയാണെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്ഥിര ചെലവ് വ്യവസായം എന്ന് പറയുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ദി ഇൻഡസ്ട്രി ഈസ് ഹൊറിസോണ്ടൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫാക്ടേഴ്സ് പ്രൈസസ് ആർ കോൺസ്റ്റൻറ്റ്. Thus an industry with a perfectly elastic long run supply curve is called a constant cost industry. കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ദ ലോങ് റൺ സപ്ലൈ കർവ് ഈസ് ഹൊറിസോണ്ടൽ അറ്റ് ദ ലെവൽ ഓഫ് മിനിമം LAC. LAC എന്ന കർവിൻ്റെ ഏറ്റവും മിനിമം താഴ്ന്ന നിലവാരത്തിലാണ് ലോങ് റൺ സപ്ലൈ കർവ് ഹൊറിസോണ്ടൽ ആവുന്നത്. ഓക്കെ, അതിൻ്റെ കർവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ കർവ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സപ്ലൈ കർവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. ഇപ്പം എന്താണ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി? An industry is an increasing cost industry if the prices of the factors of production employed by it increases as industry output expand. ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനം ഉപയോഗിക്കുന്ന ഉൽപ്പാദന ഘടകങ്ങളുടെ വില എന്ത് ചെയ്യുക? വർദ്ധിക്കുന്നു. അത്തരത്തിലുള്ള വ്യവസായത്തെയാണ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു. അത്തരത്തിലുള്ള വ്യവസായത്തെ ഇൻഡസ്ട്രിയുടെ നമുക്കെന്ത് പറയാം? ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വർദ്ധിത ചെലവ് വ്യവസായം എന്ന് പറയാം. അപ്പം നിലവിലുള്ള വ്യവസായങ്ങൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വിപണിയിലേക്ക് കടന്നു വരികയോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്. അപ്പോൾ വ്യവസായ സ്ഥാപനത്തിൻ്റെ ലോങ് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫാക്ടർ പ്രൈസസ് വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അവ പ്രൊഡക്ഷനിൽ സ്പെഷ്യലൈസേഷൻ വന്നു എന്നുള്ളതാണ്. ഓക്കെ, ദസ് ആൻ ഇൻഡസ്ട്രി വിത്ത് എ പോസിറ്റീവ്ലി സ്ലോപ്പ് ലോങ് റൺ സപ്ലൈ കർവ് ഈസ് കോൾഡ് ആൻ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ അതിൻ്റെ കർവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിലേക്ക് പോകുന്ന സപ്ലൈ കർവായിരിക്കും. നെക്സ്റ്റ് വരുന്നത് decreasing cost industry. An industry is a decreasing cost industry if the price of the factors of production employed by it decreases as industry output expand. ഇൻഡസ്ട്രിയുടെ ഉൽപ്പാദനം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കുറഞ്ഞ് കോസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെയാണ് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപജയ ചെലവ് വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ the long run supply curve of the industry is downward sloping because factor prices are falling due to economies of large scale production. ഉൽപാദന ഘടകങ്ങൾ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ വില കുറയുന്നത് കൊണ്ടാണ് ലോങ് റൺ സപ്ലൈ കർവ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ദി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാക്ടർ പ്രൈസസ് കുറയാണ്. ഫാക്ടർ പ്രൈസസ് കുറയുന്നതിൻ്റെ കാരണം എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഓക്കെ, എ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്സ് ഹെൽപ്പ് ദ ഇൻഡസ്ട്രി ടു സപ്ലൈ മോർ അറ്റ് ലോവർ പ്രൈസസ്. പ്രൈസ് കുറയുകയാണ്, ഇൻപുട്ടിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സാധനത്തിൻ്റെ പ്രൈസും കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്ക് ലോവർ പ്രൈസ് തന്നെ ഒരുപാട് സപ്ലൈ ചെയ്യാൻ കഴിയും. Thus an industry with a negatively sloped long run supply curve is called a decreasing cost industry. Negatively sloped long run supply curve ഉള്ള ഇൻഡസ്ട്രികളെ നമുക്ക് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, അതുപോലെ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്നുള്ളത് വേണം. ദാറ്റ്സ് ഓൾ.